മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതിൻ്റെ പേരിലാണ് അനാവശ്യ വിവാദങ്ങൾ ഉയർത്തുന്നത്. മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണ് ഈ വഴിപാട് നടത്തിയതെങ്കിൽ അത് ഇസ്ലാം മതത്തിനെതിരാണ്, ഇസ്ലാം മതത്തിന് എതിരായ നടപടിയാണ് എന്നുള്ള തരത്തിലാണ് സമസ്ത നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. അബ്ദുള്ളയും ഈ വഴിപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ദേശീയ തലത്തിലുള്ള സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെ മമ്മൂട്ടി മോഹൻലാൽ സൗഹൃദത്തെ വളരെ ഊഷ്മളമായി തന്നെ അത് കാണണം, അത് ചെറുതായി കാണുന്നവർ വേറെ ലോകത്താണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ അത് തെറ്റായ പ്രവണതയാണ്, തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ ഉയർത്തുന്നത് എന്നുള്ള കാര്യമാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരസ്യമായി വിമർശനം നടത്തിയ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ അബ്ദുള്ള ചേരുന്നു. സ്വാഗതം ശ്രീ അബ്ദുള്ള. മോഹൻലാൽ ശബരിമലയിൽ തൻ്റെ ഉറ്റ സുഹൃത്ത് മമ്മൂട്ടിയുടെ പേരിൽ ഒരു വഴിപാട് നടത്തുന്നു, അതിലെന്താണ് തെറ്റ് ശ്രീ അബ്ദുള്ള? അതായത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത എത്രത്തോളം എന്നതല്ല വിഷയം. മതപരമായ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരു നിലക്കും അനുവദനീയമല്ലാത്ത ഒരു കാര്യം ചെയ്താൽ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആയാലും അത് അപലപിക്കപ്പെടുക തന്നെ ചെയ്യും. ഉദാഹരണമായിട്ട് ഈ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ, പിതാവിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് അബൂ ലഹബ് എന്നാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെ അബൂ ലഹബ് നശിച്ചു പോകട്ടെ, അവൻ നശിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അദ്ദേഹം പ്രവാചകൻ ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വസ്ത്രമൊക്കെ നൽകി അടിമയെ മോചിപ്പിച്ച് അത്ര സന്തോഷം പ്രകടിപ്പിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ദിവ്യത്വം കിട്ടിയ അദ്ദേഹം എല്ലാവരെയും കൂടി വിളിച്ചു വിട്ടിട്ട് നിങ്ങൾ ദൈവത്തിന് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, മനാസ്തകളെ അനുസരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചോ. ഇതിനു വേണ്ടിയാണോ അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയാണ് ഈ ഞങ്ങളെ വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് നശിച്ചു പോട്ടെ, തപ്പത്ത് വാക്കിനർത്ഥം നശിച്ചു എന്നാണ്. അങ്ങനെ പറഞ്ഞ ഇസ്ലാമാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ പോലുള്ളവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ ബന്ധങ്ങളോ സ്നേഹങ്ങളോ അല്ല, ഈ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട തൗഹീദ് എന്നത് ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു നടപടിയും ആരുടെ ഭാഗത്തിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാന്യമായ ഭാഷയിലാണ്, അല്ലാതെ അന്ന് അബ്രഹാം പ്രവാചകൻ ചെയ്തതുപോലെ കഅബ ദേവാലയത്തിൽ കിടന്നിട്ട് ബിംബങ്ങളൊക്കെ തല്ലിയെടുക്കുക മുതൽ ഒന്നും ചെയ്തില്ല. ശബരിമല പോയ സ്ഥിതിക്ക് അവിടെയുള്ള പ്രതിഷ്ഠകളൊക്കെ തകർത്തു പോകുന്നൂടെയിരുന്നോ മിസ്റ്റർ മമ്മൂട്ടി എന്ന് തന്നെ ഞാൻ ചോദിച്ചത്. അവിടെ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമല ശാസ്താവിന് വേണ്ടി ഒന്നും സമർപ്പിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ കഴിവിൽ പങ്കു ചേർക്കല. അത് ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കില്ല. മറ്റെന്ത് പാപങ്ങൾ ചെയ്താൽ 99 ആളെ കൊന്നു, പക്ഷേ നിങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ദൈവത്തിന്റെ ഭാഗത്ത് മാപ്പ് കിട്ടും, പക്ഷെ ഇതിന് മാപ്പ് കിട്ടൂല. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ആ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ശ്രീ അബ്ദുള്ള, അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം ജീവിക്കാത്ത, ഇസ്ലാം മത നിയമം അനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത് അത് അംഗീകരിക്കാനാകുമോ? മറ്റു മതസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതും തെറ്റല്ലേ ശ്രീ അബ്ദുള്ള? അത് ദൈവത്തിന്റെ അതിനുള്ള കൈകടത്തലാവുന്നില്ല. ഇവിടെ ചെയ്യുന്നത് ദൈവത്തിന് പകരം ആരാധിക്കപ്പെടുന്നതായ ശ്രീ ശാസ്താവ് അദ്ദേഹത്തിൽ നിന്ന് പ്രസാദമോ അദ്ദേഹത്തിന്റെ പ്രീതിയോ തേടിക്കൊണ്ട ഇവിടെ ഒന്നുമില്ല. ഇവിടെ വെറും ഒരു ഭക്ഷണം കഴിക്കലും ഒരു കൂടിപ്പിരിയിടുക, അതിലൊരു തെറ്റില്ല. ദൈവത്തിന്റെ അധികാരത്തിൽ അവകാശത്തിലും അവൻ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ദൈവത്തിന്റെ സിഫത്തുകൾ എന്നൊക്കെ പറയാം. ദൈവത്തിന്റെ ദാത്ത്, ദൈവത്തിന്റെ സിഫത്ത്, അതിൽ കൈകടത്താൻ ഒരാൾക്കും പാടില്ല. അതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുക എന്നതാണ്. പക്ഷെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ മര്യാദ ഒക്കെ പാലിക്കണം. ഞാൻ എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ അവിടെ പോയിട്ട് തച്ച് പൊളിച്ചിങ്ങോട്ട് പോരാഞ്ഞെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അതാണ് അബ്ദുള്ള ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നത്. ശബരിമലയിൽ തൻ്റെ ഉറ്റ സുഹൃത്തിന് വേണ്ടി വഴിപാട് നടത്തിയത്, മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത് തെറ്റാണ്, പക്ഷേ നോമ്പ് തുറയിൽ മറ്റ് മതസ്ഥർ പങ്കെടുക്കുന്നത് തെറ്റില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മമ്മൂട്ടി പല സിനിമകളിലും ഹൈന്ദവ പുരോഹിതനായി, ഹൈന്ദവ സന്യാസിയായി, ബ്രാഹ്മണനായി, ഹൈന്ദവ രാജാവായി, പഴശ്ശിരാജാവായി ഒക്കെ അഭിനയിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതും തെറ്റല്ലേ ശ്രീ അബ്ദുള്ള? ദൈവമായി അവതരിക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായി അഭിനയിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. മറ്റൊരു സങ്കല്പങ്ങൾ മാത്രമാണല്ലോ.
ശ്രീരാമന് മറ്റൊക്കെ പറഞ്ഞ് അതിലൊരു അടിസ്ഥാനപരമായിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെ ശ്രീരാമൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാർ കൊണ്ടുപോയി കാട്ടുകൊണ്ടിരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഈ വാദഗതികളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ഏറെ ആശങ്ക ഉണർത്തുന്നതുമാണ് ഇത്തരം വാദഗതികൾ. ശ്രീ അബ്ദുള്ള, കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കുക, നിങ്ങൾ മാധ്യമങ്ങൾ കൽപ്പിച്ചുകൂട്ടി അന്തരീക്ഷം കലക്കുക. ഒരാളുടെ വിശ്വാസത്തിന് താല്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താ ഉപയോഗിക്കാൻ പോകുന്നത്? 5 നേരം ഓരോ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാത്തിന്റെയും ഉപരിയാണെന്നല്ലേ? ദൈവമല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴൊന്നും എന്താ വികാരം പറഞ്ഞപ്പെടാത്തത്? അറബി ഭാഷയിലായതുകൊണ്ട് മനസ്സിലാകത്തോണ്ടാ? ശ്രീ ഒ അബ്ദുള്ളയ്ക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കണേ എന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഇവിടെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഒരു കരിക്കുടച്ചാൽ അത് തെറ്റാകുമോ ശ്രീ ഒ അബ്ദുള്ള? തീർച്ചയായും അത് തെറ്റാ. ഞാൻ വേഗം മരിച്ചു പോട്ടെ എന്നോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യം കിട്ടട്ടെ എന്ന് പറയും. കാരണം താങ്കൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഗണപതിയോട്. ഗണപതി അങ്ങനെ ദൈവത്തിന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, താങ്കളെയും എന്നെയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവത്തിനെ അല്ലാതെ മുസ്ലിങ്ങളെ തന്നെ ഒരു ഭാഗം മൊയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്. ഞാൻ മൊയ്യദ്ദീൻ എന്നുണ്ട്. അത് ഭയങ്കര തെറ്റ്. അതാ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അത്തരത്തിലൊരു കഴിവ് മൊയ്യദ്ദീൻ ഷെയ്ഖിനില്ല. ബദരീങ്ങളെ നോക്കും, അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ, അത് തെറ്റാ. അതൊക്കെ എതിൽ ഞങ്ങൾ പോരാടുന്നുണ്ട്. അതുപോലെ ഒരു പോരാട്ടം ഇതും. അപ്പോൾ വൈകിട്ട് ഒരു നോമ്പ് തുറയിൽ എന്നെ എൻ്റെ മുസ്ലിം സുഹൃത്ത് ക്ഷണിച്ചിട്ടുണ്ട്, അതിന് ഞാൻ പോകുന്നത് തെറ്റാണോ ശ്രീ ഒ അബ്ദുള്ള? മനോഹരമായ അവിടെ പോയിട്ട് ആദ്യം താങ്കൾ കാരക്ക തിന്നണം. അത് തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ തരി കുടിക്കണം. എന്നിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ തിന്നതിന് ശേഷം അവിടെ കുറച്ച് സ്പേസ് അവിടെ ഇടണം. അവിടെ നല്ല ഇറച്ചി പത്തിരിയൊക്കെ ഉണ്ടാക്കി തിന്നണം. ഇതുമായിട്ട് ചുരുക്കായിട്ട് ഒന്നും ബന്ധപ്പെട്ടല്ല. അതൊരു സൗഹാർദ്ദ പ്രകടനം മാത്രം. ദൈവത്തിന്റെ അധികാരത്തിൽ കൈകടത്തലല്ലേ. നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത് മതസൗഹാർദ്ദമാണ്, അതിൽ തെറ്റില്ല. അമ്പലത്തിൽ ഒരു വഴിപാട് നടത്തിയാൽ അത് ഹറാമാണ് എന്നൊക്കെ പറയുന്ന വാദഗതി. എന്തായാലും അങ്ങയുടെ വാദഗതി നിലനിൽക്കട്ടെ. സമൂഹം ചർച്ച ചെയ്യട്ടെ ഈ വിഷയം.